ഈ നിൽക്കുന്ന കുട്ടി അറിയാലോ. അറിയാം മാഡം. രവി പിള്ള എന്നല്ലേ ഹസ്ബൻഡിന്റെ പേര്? അതെ. അയാളോ? കൂടെയില്ല. അയാളെ ഞാനൊരിക്കൽ കണ്ടിട്ടുണ്ട്. ഓപ്പറേഷൻ കുബേരകാലത്താ, പോലീസ് ലോക്കപ്പിൽ വെച്ച്. രുക്മിണിക്ക് ഇപ്പോഴും ബ്ലേഡ് കമ്പനി ഉണ്ടല്ലേ? അയ്യോ ഇല്ല മാഡം. ഉണ്ടെന്ന് എനിക്കറിയാലോ. അത് വെറുതെ ആളുകൾ പറയുന്നതാ. കൊള്ളപ്പലിശക്കാണ് പണം കടം കൊടുക്കുന്നതെന്നും എനിക്കറിയാം. അങ്ങനെയൊന്നുമില്ല മാഡം, സത്യമായിട്ടും ഇല്ല. നുണ പറയല്ലേ രുക്മിണി. അംഗീകാരമോ മതിയായ രേഖകളോ ഇല്ലാതെ ഇത്തരം ബ്ലേഡ് കമ്പനികൾ നടത്തിയാൽ എന്താ നിയമ നടപടികളെന്ന് അറിയാലോ. അതവിടെ നിക്കട്ടെ. ഞാനിപ്പോ വന്നത് മറ്റൊരു കാര്യത്തിന്. മിനിസ്റ്റർ പ്രതാപവർമ്മ സാറിന്റെ PA ആയ രാജുവിന് നിങ്ങളൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. വീടുകൾ വാടകയ്ക്ക് കൊടുക്കുമ്പോ അതിനൊരു എഗ്രിമെന്റ് ഉണ്ടാവും. ആ എഗ്രിമെന്റ് ഇരു കൂട്ടർക്കും ബാധകമാണെന്നും അത് പാലിക്കാനുള്ളതാണെന്നും അറിയാലോ. അറിയാം. പ്രതികെ അതിങ്ങ് തരൂ. ഇത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന വാടക വീടിന്റെ എഗ്രിമെന്റ് ആണ്. 11 മാസത്തേക്കാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന എഗ്രിമെന്റ്. ഇതിന്റെ കാലാവധി എന്നുവരെയാണ്? ഇതിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇരു കൂട്ടരും താഴെ സൈനും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയണോ അതോ നിങ്ങൾ പറയൂ? എഗ്രിമെന്റ് കാലാവധി ജനുവരി 30 വരെയാണ് മാഡം. അപ്പോ ഇനിയും 5 മാസം കൂടി ഈ എഗ്രിമെന്റ് പ്രകാരം രാജുവിനും അവരുടെ വീട്ടുകാർക്കും ആ വീട്ടിൽ താമസിക്കാം അല്ലേ? എന്നിട്ട് ഇന്നലെ നിങ്ങൾ ഇവരുടെ വീട് ഒഴിപ്പിക്കാൻ വേണ്ടി ഇവരുടെ വീട്ടിൽ ചെന്നോ? എന്താ മിണ്ടാത്തത്? വീട് ഒഴിപ്പിക്കാൻ ചെന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ അവരെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സത്യമല്ലേ? കാര്യങ്ങൾ പലതരമുണ്ട്. ബ്ലേഡ് കമ്പനി ഉൾപ്പെടെ എല്ലാത്തിനും കൂടി ഒരു കേസെടുത്ത് അകത്തിടാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. നിങ്ങളൊക്കെ അയൽക്കാരല്ലേ, സ്നേഹത്തിലും സൗഹൃദത്തിലും ഒക്കെ ജീവിച്ചു പൊക്കോട്ടെ എന്ന് കരുതിയിട്ട. സോറി മാഡം. സോറി പറയേണ്ടത് എന്നോടല്ല, നിങ്ങൾ അപമാനിച്ച ആ വീട്ടുകാരോടാ. അവർക്കുണ്ടായ മാനക്കേടിനും ദുഃഖത്തിനും നിങ്ങൾ അവരോട് മാപ്പ് പറയണം. പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ക്രിമിനൽ കേസ് ഉൾപ്പെടെ ഒരു 4-5 കേസ് ഞാൻ ഉണ്ടാക്കിയിട്ട് തൂക്കിയെടുത്ത് അകത്തിടും. നല്ല ഇടിയും കിട്ടും. മനസ്സിലായല്ലോ? മനസ്സിലായി. നോക്ക്, ഇത് മിനിസ്റ്ററുടെ മകളായതുകൊണ്ടോ മിനിസ്റ്ററുടെ PA എന്ന നിലയിലോ സ്വാധീനം കൊണ്ടെടുത്ത കേസൊന്നും അല്ല. ഈ കേസ് ജെനുവിനാണ്. അതുകൊണ്ട് മന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് SP ഇടപെട്ടു എന്നൊന്നും പറഞ്ഞു നടക്കണ്ട. വർമ്മ സാർ അറിഞ്ഞിട്ട് പോലുമില്ല. ഇനി അങ്ങനെങ്ങാനും ആയാൽ അതിന് ഞാൻ മറ്റൊരു കേസ് കൂടെ ചാർജ് ചെയ്യും. ഈ നാട്ടില് എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അയാൾ നിങ്ങളോട് പണം പലിശയ്ക്ക് വാങ്ങിയ ആളാണെന്നും നിങ്ങളുടെ പീഡനം സഹിക്കാൻ വയ്യാതെ അയാൾ ആത്മഹത്യ ചെയ്തു എന്നും ഞാൻ പറയും. അയ്യോ, അങ്ങനെ ചതിക്കില്ലേ മാഡം. നീതി നടപ്പാക്കണം. അതാണ് അതിനുള്ള വഴി. അതുകൊണ്ട് രുക്മിണി ചെന്ന് രാജുവിന്റെ വീട്ടുകാരോട് മാപ്പ് പറയും. ഈ 5 മാസം കഴിഞ്ഞ് അവരിറങ്ങിയില്ലെങ്കിൽ അത് വന്ന് എന്നോട് പറയും. അവരെ ഇറക്കി വിടാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. രുക്മിണി ചെല്ല്. താങ്ക് യു മാഡം. മാഡം, നമുക്കിപ്പോ കഷ്ടകാലമാണെന്ന് കരുതിയാ മതി. അതാ ഇത്തരം മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന. അതൊന്നും സാരമില്ല രാജു. താങ്ക്സ് മാഡം. വളരെ പെട്ടെന്ന് രുക്മിണി ആന്റിയുടെ പ്രോബ്ലം സോൾവ് ചെയ്തേന്. അതിന് നന്ദിയൊന്നും വേണ്ട രാജു. അതെന്റെ കടമയാ. ഈ വീട്ടിലൊരു പ്രോബ്ലം ഉണ്ടായാ അത് സോൾവ് ചെയ്യാനുള്ള കടമ എനിക്കുണ്ട്.
പ്രത്യേകിച്ച് ഇതിനെല്ലാം കാരണക്കാരി ഞാനാ. ഐ ആം ദി പ്രോബ്ലം ഓഫ് എവറിഥിങ്. ആ അല്ല, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഇതെങ്ങനെയാ കൈകാര്യം ചെയ്ത്? കൊല്ലാൻ വന്ന രമ്യയുടെ അമ്മ പിന്നെ വിറച്ചോണ്ട് പോകുന്നുണ്ടായിരുന്നല്ലോ. അതൊരു മാജിക്ക. തൽക്കാലം അങ്ങനെ കരുതിയാ മതി. ഓ, മാജിക് ഒക്കെ അറിയാല്ലേ? അതെന്തായാലും നന്നായി. ഇതുപോലുള്ള മാജിക് ഇനിയും ഇറക്കേണ്ടി വരും. ചിലരൊക്കെ ഒന്ന് ശരിപ്പെടുത്താനുണ്ട്. എന്റെ പുന്നക്കീഴിലമ്മേ, അവള് മേജിക് കാണിച്ച് എന്നെ പുറത്താക്കോ? മാഡം, എന്തായാലും നമ്മുടെ ഭാവി കാര്യത്തില് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ രാജു? ഋതിക മാഡത്തിന്റെ അമ്മ എനിക്ക് കത്ത് തന്ന കാര്യം മാഡത്തോട് ഇപ്പൊ പറയണോ? പറഞ്ഞേക്കാം. എന്താ രാജു? രാജു, ആ, ഞാനും മാഡവും തമ്മിലുള്ള കല്യാണം നടക്കാൻ വേണ്ടി മറ്റൊരാള് കൂടി ആഗ്രഹിച്ചു. മറ്റൊരാൾ? അതാരാ രാജു? മൈ ഗോഡ്, എന്റെ ദൈവം. എന്തായാലും മാഡത്തിന്റെ അമ്മയെ എങ്ങനെയും ഞാൻ കണ്ടെത്തും. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവും.